പാലക്കാട്ടെ വെടിവെപ്പിനെ കുറിച്ച് പല ദുരൂഹതകളും വിവാദങ്ങളും ഒന്നുണ്ടായിരുന്നു. ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. പറഞ്ഞു വന്നത്, വർഗീയവാദികൾ നാടിന്റെ സമാധാനം തകർക്കാൻ അഴിഞ്ഞാടിയാൽ വർഗീയ കലാപങ്ങളുടെയും പോലീസ് വെടിവെപ്പിന്റെയും നാടായി നമ്മുടെ നാട് മാറിയാൽ സമാധാനമായി ഉറങ്ങാൻ കഴിയാത്ത സ്ഥിതി വരും. ഏത് നിമിഷവും കൊല്ലപ്പെടാം എന്ന സാഹചര്യം. അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥയിൽ നമ്മുടെ നാടിന് പോകണമോ എന്നാണ് ചോദ്യം. UDF ഭരിക്കുമ്പോൾ മാത്രം എന്താണ് ഇങ്ങനെ വന്നത്? വർഗീയവാദികളാൽ നിയന്ത്രിക്കപ്പെട്ട സർക്കാരായിരുന്നു ആ സർക്കാർ. അന്നൊരിക്കലാണ് നമ്മുടെ MG കോളേജ് കേശവാസത് RSS ക്രിമിനൽ സംഘം ഒരു പോലീസ് ഓഫീസറെ ബോംബെടുത്ത് കൊല്ലാൻ ശ്രമിച്ചു. പോലീസ് ഉദ്യോഗസ്ഥന്റെ കാല് ബോംബ് സ്ഫോടനത്തിൽ ചിതറിത്തെറിച്ചു. സ്വാഭാവികമായും വധശ്രമത്തിന് കേസെടുത്തു. RSS കാര്യാലയത്തിൽ നിന്നും അന്ത്യശാസനം പുറപ്പെട്ടു. ഇപ്പൊ പിൻവലിച്ചോളണം കേസ്. ഈ മണിക്കൂർ ആ അന്ത്യശാസനത്തിന്റെ മുന്നിൽ മുട്ടമറച്ച് മൂത്രമടിച്ച് ആ കേസ് പിൻവലിച്ചു കൊടുത്തു ഉമ്മൻചാണ്ടിയുടെ സർക്കാർ കേരളത്തിൽ. നാടിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പോലീസ് ഓഫീസറെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതികളുടെ ആവശ്യപ്രകാരം കേസ് പിൻവലിച്ച് വെറുതെ വിടുന്നു. അതിന് മുൻപോ പിൻപോ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. വർഗീയവാദികളുടെ RSSന്റെ ഇംഗിതമനുസരിച്ച് ഭരണം നടത്തുന്ന വിനീത വിധേയനായ ഭൃത്യരെ പോലെയായിരുന്നു അന്നത്തെ ഗവൺമെന്റ്. എല്ലാത്തരം വർഗീയതയെയും തുൽകി. മലബാറിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ പ്രതികളായ കേസുകളെല്ലാം പിൻവലിക്കുന്ന സ്ഥിതി വന്നു. ഇപ്പോഴും നിങ്ങൾ നോക്കൂ, ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ഇരു വർഗീയതയുമായി കൂട്ടുചേരുകയാണ്. RSSുമായും നീക്കുപോക്ക് ജമാഅത്തെ ഇസ്ലാമി മുന്നണിയിലെ അനൌദ്യോഗിക ഘടകകക്ഷിയായി മാറി. ഈ വർഗീയ ശക്തികളുടെ പിന്തുണയോടെ എന്നെങ്കിലും അധികാരത്തിൽ വരാൻ കഴിഞ്ഞാൽ അന്ന് നമ്മുടെ നാടിന്റെ സമാധാനം തകരും എന്നോർത്താൽ മതി. മതനിരപേക്ഷ നിലപാടുകൾക്ക് വർഗീയവാദികൾക്കെതിരെ നടപടികൾ സ്വീകരിക്കാനുള്ള കരുത്ത് വർഗീയവാദികളുടെ പിന്തുണയോടെ അധികാരത്തിൽ വരുന്നവർക്കുണ്ടാവില്ല. നമ്മുടെ നാടിന്റെ സമാധാനം വീണ്ടും തകരും. 10 വർഷമായി മാളത്തിൽ ഒളിച്ചിട്ടുള്ള വർഗീയവാദികൾ പുറത്തിറങ്ങും. അത്തരമൊരു അരക്ഷിതാവസ്ഥയുടേതായ കാലം നമ്മുടെ കേരളത്തിൽ ഇനി വേണോ എന്നതാണ് ചോദ്യം. പരമപ്രധാനമായിട്ടുള്ളത് സമാധാനമാണ്. ആ സമാധാനം തകർന്നാൽ എന്ത് ചെയ്യും? അപ്പോ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, വോട്ടർമാർക്കിടയിൽ കടന്നു വന്ന് 10 വർഷത്തെ ഭരണത്തിന് ഇനിയൊരു മാറ്റം വേണം, 5 കൊല്ലം ഞങ്ങൾക്ക് കൂടെ ഒരു അവസരം തരണമെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ നിഷ്കളങ്കരായ വോട്ടർമാരിൽ തീരുമാനമെടുത്താൽ അന്ന് കഴിഞ്ഞു കേരളത്തിന്റെ കഥ എന്നോർത്തോളൂ. അത് വോട്ടർമാരെ ബോധ്യപ്പെടുത്തണം. പെൻഷൻ നിന്നു പോകരുത്, ശമ്പളം മുടങ്ങരുത്, PSC നിയമനങ്ങൾ മരവിപ്പിക്കരുത്, പവർ കട്ടും ലോഡ് ഷെഡിങ്ങും തിരികെ വരരുത്, കേരളത്തിന്റെ സമാധാനം തകരരുത്. അതിന് ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരണം. എല്ലാറ്റിനും ഉപരി നിങ്ങൾ നോക്കൂ, ഇപ്പോ മലയാളികളുടെ മുന്നിൽ കേരളത്തിലെ കോൺഗ്രസ് തുറന്നു കാണിക്കപ്പെട്ട ദിവസങ്ങളാണ്. എത്രമാത്രം അപമാനിതരാണ്, വെറുക്കപ്പെട്ടവരായി കേരളത്തിലെ കോൺഗ്രസ് നിൽക്കുന്നു. വയനാട് ദുരന്തത്തിന്റെ പേരിൽ പണം പിരിച്ച് ആ പണം മോഷ്ടിച്ച തസ്കര സംഘത്തിനെതിരായി മലയാളിയുടെ മനസാക്ഷി ഉയരുന്ന ദിവസങ്ങളാണ്. വയനാട് ദുരന്തത്തെക്കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഓർമ്മകളിലെല്ലാം അതുണ്ടാവും. വയനാട് ദുരന്തമുണ്ടായതിന്റെ തൊട്ടടുത്ത ദിവസം കേരളത്തിലെ ദിനപത്രങ്ങളുടെ 1-ാം പേജിൽ വന്ന വാർത്തയുടെ തലക്കെട്ട് ആരെങ്കിലും ഇപ്പോൾ ഓർത്തിരിക്കുന്നുണ്ടോ എന്നറിയില്ല. എല്ലാ പത്രങ്ങളുടെയും തലക്കെട്ട് ഒരേ വാക്കായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല. മനോരമയും മാതൃഭൂമിയും ദേശാഭിമാനിയും മാധ്യമവും കൗമുദിയും ജനയുഗവും ദീപികയും ചന്ദ്രികയും എല്ലാ പത്രങ്ങളും 1-ാം പേജ് തലക്കെട്ട് ഒരേ വാക്കായി. പത്രങ്ങൾ പരസ്പരം ആലോചിച്ച് ഒരേ വാക്ക് തലക്കെട്ടായി കൊടുത്തതല്ല. ഓരോ പത്രവും തങ്ങളുടെ തലക്കെട്ട് എന്തായിരിക്കണമെന്ന് ആലോചിച്ച് അതിനനുയോജ്യമായ ഒരു വാക്ക് തിരഞ്ഞെടുത്ത്
പിറ്റേ ദിവസം പത്രം പുറത്തിറങ്ങിയപ്പോൾ പക്ഷെ എല്ലാ പത്രത്തിനും ഒരേ തലക്കെട്ട്. അത് അപൂർവങ്ങളിൽ അത്യപൂർവമായ ഒരു യാദൃച്ഛികതയാണ്. അതെങ്ങനെ സംഭവിച്ചു? അത്രമാത്രം ഹൃദയം പിടിച്ചുലച്ച ദുരന്തമായിരുന്നു അത്. ഉള്ളുപിടയുന്ന ആ ദുരന്തത്തിന്റെ മുന്നിൽ കേരളത്തിലെ പത്രപ്രവർത്തകർ ഇങ്ങനെ ആലോചിച്ചപ്പോ യാദൃച്ഛികമായി എല്ലാവർക്കും ഒരേ വാക്കാണ് സ്വീകരിക്കാൻ തോന്നി. ഉള്ളു പൊട്ടി. അതായിരുന്നു പത്രത്തിന്റെ തലക്കെട്ട്. ഉള്ളു പൊട്ടി. അത്രമാത്രം ഏത് ശിലാഹൃദയനെയും കരയിപ്പിക്കുന്ന മഹാദുരന്തം. മനുഷ്യന്റെ മൃതശരീരങ്ങൾ ചാലിയാർ പുഴയിലൂടെ ഒഴുകി നടന്നു. കണ്ണടച്ചു തുറക്കുന്ന സമയം കൊണ്ടൊരു നാട് ഇല്ലാതെ നൂറുകണക്കിന് മനുഷ്യർ ആ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടു. മൃതശരീരങ്ങൾ ഒരു നദിയിലൂടെ ഒഴുകി നടക്കുകയാണ്. ശരീരഭാഗങ്ങൾ, മനുഷ്യന്റെ അറ്റുപോയ കൈ, കാല്, ശിരസറ്റ ശരീരം. മലയാളിക്ക് ശീലമില്ലാത്ത അനുഭവം. ഇപ്പോഴും മൃതശരീരങ്ങളെല്ലാം കണ്ടുകിട്ടിയിട്ടില്ല. ഇപ്പോഴും സംസ്കരിച്ചിരിക്കുന്ന ചില കുഴിമാടങ്ങളിൽ ശരീരഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ശരീരഭാഗങ്ങളുടെ DNA സാമ്പിളുകൾ എടുത്തു വെച്ചിരിക്കുകയാണ്, സൂക്ഷിച്ചിരിക്കുക. ഭാവിയിൽ അസ്ഥിപഞ്ജരങ്ങൾ കിട്ടിയാൽ ഈ DNA സാമ്പിളുമായി യോജിക്കുന്നതാണെങ്കിൽ ആ കുഴിമാടത്തിൽ തന്നെ, ശരീരഭാഗം അടക്കം ചെയ്ത കുഴിമാടത്തിൽ തന്നെ അസ്ഥിപഞ്ജരവും അടക്കം ചെയ്യാൻ വേണ്ടി. എന്തൊരു ദുരന്തമായിരുന്നു! നാടായ അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് അവിടെ ഓടിയെത്തി ആ നാടിനെ പുനർനിർമ്മിക്കാൻ സഹായിക്കാൻ, ദുരന്തബാധിതരായി അവശേഷിക്കപ്പെട്ട മനുഷ്യർക്ക് പിന്തുണ നൽകാൻ എല്ലാ മലയാളിയും കരഞ്ഞുപോയ ദിവസങ്ങൾ. ആ ദിവസം പക്ഷെ നമ്മുടെ കോൺഗ്രസ് കിട്ടിപ്പോയ ഒരു അവസരം എന്ന നിലയിൽ അപ്പത്തിരിവ് തുടങ്ങി. നമ്മൾ കരുതി സഹായിക്കാനായിരുന്നു. കാരണം മനുഷ്യരായി പിറന്നവർക്കാർക്കും മറ്റൊരു ചിന്ത ആ സമയത്ത് മനസ്സിൽ വരില്ല. പക്ഷെ നമ്മൾ പിന്നെ കണ്ടതെന്താ? കോടാനുകോടി പിരിച്ച് അത് മുഴുവൻ കട്ടു. ഒരൊറ്റ വീട് വെച്ചില്ല. വീട് വെക്കാൻ ഒരു 3 ഏക്കർ സ്ഥലം വാങ്ങിയത് ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് മനുഷ്യർ മുഴുവൻ രാഷ്ട്രീയത്തിനതീതമായി കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയപ്പോൾ തൽക്കാലം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കിട്ടാൻ ഞങ്ങളും വീട് വെക്കുമെന്ന് പ്രതീതി സൃഷ്ടിക്കാൻ ഒരു 3 ഏക്കർ സ്ഥലം 230 വീട് വെക്കും എന്നാണ് പറഞ്ഞത്. 3 ഏക്കർ സ്ഥലത്ത് 230 വീട് ലോകത്തിൽ ഇന്ന് വരെ ആരും വെച്ചിട്ടില്ല. കോൺഗ്രസ് അവർ ചെയ്ത ചതി എന്താണെന്നറിയും. സർക്കാർ ഒരു ടൗൺഷിപ്പ് പണിയാൻ തീരുമാനിച്ചു. അതിന്റെ പണിയുടെ ആദ്യഘട്ടം പൂർത്തിയായി താക്കോൽ കൊടുത്തു. 1 സെന്റ് സ്ഥലത്തിന് 20 ലക്ഷം വരെ വില വരുന്ന കൽപ്പറ്റയിലെ കണ്ണായ സ്ഥലത്താണ് സർക്കാരിന്റെ ടൗൺഷിപ്പ്. ഏത് ഭൂമികുലുക്കത്തെയും പ്രകൃതി ദുരന്തത്തെയും പ്രതിരോധിക്കാൻ കരുത്തുള്ള നിർമ്മാണ ശൈലിയിലെ വീടുകൾ, സാധാരണ വീടല്ല. അവിടേക്കുള്ള റോഡ്, അങ്കണവാടി, ഹെൽത്ത് സെന്റർ, വായനശാല, ഫുട്ബോൾ ഗ്രൗണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ടൗൺഷിപ്പാണ് ഉണ്ടാക്കുന്നത്. ആ ടൗൺഷിപ്പിൽ അർഹരായ ദുരന്തബാധിതരോട് ഈ കാട്ടുകള്ളന്മാർ അന്ന് പറഞ്ഞു, നിങ്ങളതൊന്നും അപേക്ഷിച്ച് കാത്തിരിക്കണ്ട, സർക്കാർ അതൊന്നും പൂർത്തിയാക്കാൻ പോകുന്നില്ല, ഞങ്ങൾ നിങ്ങൾക്ക് വീട് വരും. അപ്പോ സർക്കാരിന്റെ ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് എഴുതി കൊടുത്താൽ അവർക്ക് നഷ്ടപരിഹാരമായി സർക്കാർ 15 ലക്ഷം രൂപ, ആ പൈസ നിങ്ങൾ വാങ്ങിക്കോ, വീട് ഞങ്ങൾ തരും. കോൺഗ്രസിനെ അറിയാവുന്ന ആളുകൾ ആരും അത് വിശ്വസിക്കും. എന്നാൽ വേണ്ടത്ര കോൺഗ്രസിനെ പരിചയമില്ലാത്ത കുറെ നിഷ്കളങ്കരായ മനുഷ്യർ ഈ പറയുന്ന കേട്ട് 15 ലക്ഷം രൂപ വാങ്ങി. ഇപ്പൊ നിങ്ങൾ നോക്കൂ, കുടുംബത്തിലെ മുഴുവൻ പേരും ഈ ദുരന്തത്തിൽ മരിച്ചുപോയ ശ്രുതി എന്ന കുട്ടി, ആ കുട്ടി ഉൾപ്പെടെ എല്ലാവരും ഇപ്പൊ സർക്കാരിന് അപേക്ഷ കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് തെറ്റുപറ്റി, തന്ന 15 ലക്ഷം ഞങ്ങൾ മടക്കി തരാം, ഞങ്ങളെ കൂടി സർക്കാരിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്ന് പറയാം. ഇനി ഉൾപ്പെടുത്താനാവുമോ എന്താ അറിയില്ല, സാങ്കേതികത്വം. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, ദുരന്തബാധിതരായ മനുഷ്യരെ വഞ്ചിച്ചു. അവിടെ ദുരന്തത്തിനിരയായി മരിച്ചുപോയ മനുഷ്യരുടെ മൃതശരീരം കാണിച്ച് ലോകത്തിൽ എല്ലായിടത്തു നിന്നും പൈസ തിരിച്ചു. മൃതശരീരം കാണിച്ച് കാശ് വാങ്ങി ആ കാശ് മോട്ടിച്ചു. എന്തൊരു കള്ളന്മാരാണ്! അവസാനം നാടാകെ കണക്ക് ചോദിക്കുന്ന സ്ഥിതി വന്നു.
നിങ്ങൾ എത്ര തുക പിരിച്ചു? പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, വീടിന്റെ പണി കഴിഞ്ഞിട്ട് കണക്ക് പറഞ്ഞോളാം. ഞാൻ അങ്ങനെയാണ്, വീടിന്റെ പണി കഴിഞ്ഞിട്ട് കണക്ക് പറഞ്ഞോളാം. ആ നല്ല കൗശലമുള്ള ഒരു മറുപടിയാണ്. കാരണം വീട് പണി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ പിന്നെ വീടിന്റെ പണി കഴിഞ്ഞിട്ട് കണക്ക് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ കണക്ക് പറയാനും ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. പക്ഷെ നാട്ടിൽ പ്രതിഷേധം ശക്തമാണപ്പോ. ഇന്നലെ ഇപ്പോ ഒരു തട്ടിക്കൂട്ടിയ കണക്ക് KPCC പ്രസിഡന്റ് പറഞ്ഞു. ആ കണക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? വേറെ 3-4 പേര് കൂടി കോറസായി കണക്ക് പറഞ്ഞു. ഓരോരുത്തരും പറഞ്ഞത് ഓരോ കണക്ക്. ആകെ 5 കോടിയെ കിട്ടിയുള്ളൂ. ആ പണം മുഴുവൻ ചെലവായി പോയി. അതാ പറയുന്നത്. അതാണ് നമ്മളും പറയുന്നത്, ചില വായി പോയി. അത് ഏതൊക്കെ വായിലാണെന്ന് മാത്രമേ ഇനി കണ്ടുപിടിക്കാൻ ബാക്കിയുള്ളൂ. എന്നിട്ടൊരു ഭീഷണി കൂടിയുണ്ട്. എന്താ ഭീഷണി? അടുത്ത ഭീഷണിയുണ്ട്. ഇനിയും പൈസ പിരിക്കും. നിങ്ങൾ ആലോചിച്ചു, മനുഷ്യരാണോ ഇവർ? മൃതശരീരം കാണിച്ച് കാശ് വാങ്ങി അത് മുഴുവൻ കട്ടുകൊണ്ടുപോയി ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് ആ പണമാണ്. കൈപ്പത്തി അടയാളത്തിൽ ഇപ്പോൾ ഇവിടുത്തെ UDF സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ കണ്ടില്ലേ? ആ ചിരിക്കുന്ന മുഖത്തിന്റെ പിന്നിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട വയനാട്ടിലെ ഒരു കുഞ്ഞിന്റെ കണ്ണുനീരുണ്ട്. കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ കരയുന്ന മുഖമുണ്ട്. ആ ദുരന്തത്തിൽ ജീവൻ വെടിയേണ്ടി വന്ന സാധാരണക്കാരായ മനുഷ്യരുടെ വിലാപങ്ങളുണ്ട്. അവരെ കാണിച്ചു വാങ്ങിയ കാശാണ് പോസ്റ്ററായി, ബോർഡായി, മൈക്ക് അനൗൺസ്മെന്റായി, വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള പണമായി ഈ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങുന്നത്. എന്തൊരു മനുഷ്യരാണിത്! പല ജാതി കള്ളന്മാരെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെയുള്ള കള്ളന്മാരെ കണ്ടിട്ടുണ്ട്. മരണ വീട്ടിൽ നിന്ന് ആരെങ്കിലും മോഷണം നടത്താറുണ്ട്? മലയാളിയുടെ ഓർമ്മയിലില്ല. വട്ടിയൂർക്കാവുകാരോട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. കൈപ്പത്തിക്ക് വോട്ട് ചെയ്യണമെന്ന് ചോദിച്ച് വീട്ടിൽ വരുന്നവരുടെ മേൽ ഒരു കണ്ണു വേണം. വയനാട് ദുരന്തത്തിന്റെ പേരിൽ കാശ് പിരിച്ച് കട്ടവർക്ക് വോട്ടർമാരുടെ വീടൊന്നും ഒരു പ്രശ്നമായിരിക്കില്ല. വീടിന്റെ പുറത്ത് എന്തെങ്കിലും സാധനങ്ങളുണ്ടോ, വസ്തുവകകളുണ്ടോ, കയ്യെത്തുന്ന ദൂരത്തുണ്ടോ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് നല്ലത് എന്ന് മാത്രമേ ഞാൻ പറയുന്നു. നാടാകെ വെറുത്ത ഒരു വിഭാഗമായി മാറിയില്ലേ കോൺഗ്രസ്? ആ കോൺഗ്രസിനെ പോലെ തന്നെ നമ്മുടെ നാട് അറപ്പോടെ അകറ്റി നിർത്തുകയും വെറുപ്പോടെ ആട്ടിയോടിക്കുകയും ചെയ്യേണ്ട വിഭാഗമാണ് സംഘപരിവാർ ഭീകരതയുടെ വക്താക്കളായി താമരയടയാളത്തിൽ കടന്നു വന്നിട്ടുള്ളവരും ഒരു സംശയവും വേണ്ട. താമര അല്ലെങ്കിൽ തന്നെ വളരുക ചെളിയിലാണ്. മനസ്സിലായോ? വൃത്തിയുള്ളിടത്ത് എവിടെയെങ്കിലും താമര വളരുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട്? താമര നല്ല പൂവൊക്കെയാണ് എന്ന് സംശയമില്ല. പക്ഷെ താമര വളരുക ചെളിയിലാണ്. RSSന്റെ താമര വളരുന്നത് ചെളിയിൽ മാത്രമല്ല, ചോരയിലും കൂടിയാണ്. മനുഷ്യ രക്തത്തിൽ മാത്രമേ RSSന്റെ താമര വിടരൂ. ഇത് രണ്ടും നാടിനാപത്താണ്. അത് കൈപ്പത്തിയായാലും താമരയായാലും ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മറ്റപ്പോൾ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ പലയിടങ്ങളിലും അധികാരത്തിൽ നിൽക്കുന്നത്. രണ്ടും കൂടി ചേർന്നിട്ടാണ്. ഈ വലതുപക്ഷ വർഗീയ ധാരണയാണ്. ഇവിടുത്തെ സ്ഥിതി ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഇത് രണ്ടും നാടിനാപത്താണ് എന്ന് മനസ്സിലാക്കി പോകും. ഞാൻ പിന്നെ താമരയുടെ അപകടത്തെ കുറിച്ച് അധികം ഇവിടെ പ്രസംഗിക്കേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നിഷ്കളങ്കമായ ഒരു മാറ്റം വേണ്ടേ എന്നൊക്കെ ചോദിച്ച് കോർപ്പറേഷനിലെ കുറെ നിഷ്കളങ്കരായ വോട്ടർമാർ ഒരു മാറ്റം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി വോട്ട് ചെയ്തിട്ട് ഇപ്പം മാറ്റത്തിന്റെ ശക്തി കണ്ട് വല്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്, വല്ലാതെ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ മാറ്റം വന്നവിടത്തെല്ലാം വോട്ടർമാർ തങ്ങൾക്ക് പറ്റിയ കയ്യബദ്ധത്തെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പൊങ്കാല കഴിഞ്ഞപ്പോ എന്തായിരുന്നു വാർത്തകളിൽ വന്ന അനുഭവം? ഞാൻ അതെല്ലാം ഇവിടെ വിശദീകരിക്കുന്നില്ല. എങ്ങനെ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണം അവതാളത്തിലാക്കാം, താറുമാറാക്കാം, കുളമാക്കാം എന്ന് ഈ കൂട്ടർ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ വോട്ട് ചെയ്യുമ്പോൾ വിവേകപൂർവം നമ്മുടെ നാടിന്റെ ഭാവിയെ കരുതി, നമ്മുടെ നാടിന്റെ ആർജിത നേട്ടങ്ങൾ തകർന്നു പോകാതെ കൂടുതൽ നാട് അഭിവൃദ്ധിപ്പെടാൻ, മനുഷ്യ ജീവിതം പുരോഗമിക്കാൻ, കൂടുതൽ ക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളും ആവിഷ്കരിക്കാൻ എല്ലാം ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുക എന്നത് നാടിന്റെ മുന്നോട്ട് പോക്കിന് അനിവാര്യമായിട്ടുള്ള ഒരു കടമയാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ, എത്ര പുതിയ ക്ഷേമ പദ്ധതികൾ ആരംഭിച്ചു. 62 ലക്ഷം പേർക്ക് 2000 രൂപ പ്രതിമാസ പെൻഷൻ നമ്മളിവിടെ കൊടുക്കുന്നു. ഇന്ത്യയിൽ മറ്റെവിടെയും പ്രധാനമന്ത്രിയുടെ ഗുജറാത്തിൽ ഇതില്ല. നമ്മൾ പ്രധാനമന്ത്രിയുടെ ഗുജറാത്തിലായിരുന്നു  നമ്മുടെ കാര്യം പോക്കാം. പെൻഷൻ ഇല്ലാന്ന് മാത്രമല്ല, അതൊരു കാര്യം.
അപ്പൊ കേരളത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് മലയാളികൾ. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ പ്രത്യേകതകളോടൊപ്പം 2000 രൂപ പെൻഷനും കിട്ടും. പുതിയ പെൻഷൻ പദ്ധതികൾ ആവിഷ്കരിച്ചു. വീട്ടമ്മമാരുടെ പെൻഷൻ നിങ്ങൾ കണ്ടില്ല? വീട്ടമ്മമാരുടെ പെൻഷൻ. അതിനാണ് വീട്ടമ്മമാർക്ക് ഇപ്പോൾ ഒരു പെൻഷൻ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന ജനവിഭാഗം ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ ശരിയായ മറുപടി കേരളത്തിലെ വീട്ടമ്മമാർ എന്നാണ്. ഏതെങ്കിലും ഫാക്ടറിയിലെ തൊഴിലാളികളല്ല, വീട്ടമ്മമാരാണ് ഏറ്റവും വലിയ അധ്വാന ശക്തി. അതെങ്ങനെയാണ് അവർ അധ്വാന ശക്തിയായി മാറിയത്? ഇപ്പൊ കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായി. നിങ്ങൾ ആരെങ്കിലും വായിച്ചു? പത്രത്തിലൊക്കെ വന്നിരുന്നു. സുപ്രീം കോടതി വീട്ടമ്മമാരെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഒരു വിധി പുറപ്പെടുവിച്ചു. വായിച്ചായിരുന്നു ആരെങ്കിലും? വായിച്ചോ? ആവും. അറിയാത്ത പോലെയാണ് പുരുഷന്മാരിൽ മഹാഭൂരിപക്ഷം. വിധി മറ്റൊന്നുമല്ല, വീട്ടുജോലി സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്വമല്ല എന്നാണ് സുപ്രീം കോടതിയുടെ വിധി. അതിനുശേഷം ഒരു വാചകം വിധിയുണ്ട്. ഇന്ത്യയിലെ എല്ലാ പുരുഷന്മാർക്കുമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. അതാണ് ആ ഓർമ്മപ്പെടുത്തൽ. പുരുഷന്മാരോട് കോടതി പറയുന്നു, നിങ്ങൾ വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു വീട്ടുവേലക്കാരിയെ അല്ല എന്ന് ഓർത്തോളണം എന്നാണ് കോടതി പറയുന്നത്. വീട്ടുജോലി പുരുഷനും ചെയ്യണം എന്നാണ്. ഞാൻ സാന്ദർഭികമായി ഇത് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ, പറഞ്ഞു വന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും കേരളത്തിലെ വീട്ടുജോലികൾ 90% സ്ത്രീകൾ തന്നെ ചെയ്തു വരുന്ന കീഴ്വഴക്കമാണ് നമ്മുടെ നാട്ടിൽ. പാരമ്പര്യമായി അങ്ങനെ ചെയ്യുക, പരമ്പരാഗതമായി അങ്ങനെ ചെയ്യുക, അത് സ്ത്രീയുടെ ഒരു കടമയായിട്ടാണ് നമ്മുടെ സമൂഹം കണക്കാക്കുന്നത്. അങ്ങനെ ഒരു കടമയൊന്നുമില്ല, പക്ഷെ എങ്ങനെയാണ് ആ അധ്വാനത്തിന്റെ മൂല്യം നമ്മുടെ സമൂഹം തിരിച്ചറിയുന്നുമില്ല. ഒരു പുരുഷാധിപത്യ സമൂഹത്തിന്റെ ദൗർബല്യമാണ്, ജീർണതയാണ്. അപ്പോ കേരളത്തിലെ വീടുകളെ നിലനിർത്താൻ ജീവിതം സമർപ്പിച്ചവരാണ് കേരളത്തിലെ വീട്ടമ്മമാർ എന്ന് വിളിക്കപ്പെടുന്ന സ്ത്രീകൾ. ഇപ്പോ നമ്മുടെയൊക്കെ വീടുകളിൽ ആദ്യം ഉറക്കമുണർന്ന് എഴുന്നേൽക്കുന്നതാരാണ്? സ്ത്രീയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു. ഏറ്റവും ഒടുവിൽ ഉറങ്ങുന്നതാരാണ് വീട്ടിൽ? അതും സ്ത്രീയാകാനാണ് സാധ്യത. സൂര്യോദയത്തിന് മുൻപ് മുതൽ ആരംഭിക്കുന്ന അധ്വാനം പാതിരാത്രി വരെ നീണ്ടു നിൽക്കുന്ന മറ്റേതെങ്കിലും ഒരു വിഭാഗമുണ്ടോ നാട്ടിൽ? സ്ത്രീകളാണ്. അവരേതൊക്കെ ജോലികൾ ചെയ്യുന്നു? നേരം വെളുത്താൽ ഉടനെ വീടും മുറ്റവും പരിസരമൊക്കെ അടിച്ചുവാരി വൃത്തിയാക്കുന്ന സ്ത്രീകളല്ലേ അധികവും. അത് PSC പരീക്ഷ നടത്തി അഡ്വൈസ് മെമ്മോ കൊടുത്ത് നിയമനം നടത്തേണ്ട ഒരു ജോലിയാണ്. പാർട്ട് ടൈം സ്വീപ്പർ, അതിനൊരു ശമ്പള സ്കെയിലുണ്ട്. ഭക്ഷണം പാചകം ചെയ്യാത്ത ഏതെങ്കിലും സ്ത്രീയുണ്ട്? അത് മറ്റൊരു ജോലിയാണ്. കുക്കർ, അതിന് ശമ്പള സ്കെയിൽ വേറെയാണ്. വസ്ത്രമലക്കാത്ത സ്ത്രീകൾ. ഡോബി, അത് മറ്റൊരു പോസ്റ്റാണ്. വീട്ടിലെ കിടപ്പിലായാൽ ശുശ്രൂഷിക്കേണ്ട ചുമതലയും സാധാരണ ആദ്യം വന്നു ചേരുക ആരിലാണ്? സ്ത്രീകളിലാണ്. അപ്പൊ ഒരു ഹോം നഴ്സിന്റെയോ ഒക്കെ ജോലി അവിടെ ചെയ്യാം. ഇങ്ങനെ നിരവധി ജോലികൾ ഒരേ സമയം ഏറ്റെടുക്കുന്ന ഒരു വിഭാഗമാണ് സ്ത്രീ. പക്ഷെ നിർഭാഗ്യവശാൽ പുരുഷ കേന്ദ്രീകൃതമായ നമ്മുടെ സമൂഹം സ്ത്രീകളുടെ ഈ അധ്വാനത്തെ വിലമതിക്കാനോ അതിന്റെ മൂല്യം തിരിച്ചറിയാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പോഴാണ് ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ വീട്ടമ്മമാരുടെ അധ്വാനത്തിന്റെ മൂല്യം തിരിച്ചറിഞ്ഞ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് സ്ത്രീകളെ അംഗീകരിച്ചാദരിച്ച് സർക്കാർ ഖജനാവിൽ നിന്നും മാസം തോറും അവർക്കൊരു പാരിതോഷികം, ഒരു പെൻഷൻ കൊടുക്കണം എന്ന് തീരുമാനിച്ചു. അതാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി. അത് ഇന്ത്യയിൽ ആദ്യത്തെ സംഭവമാണ്. ഇവിടെ പങ്കെടുക്കുന്ന സ്ത്രീകളോട് എനിക്ക് അഭ്യർത്ഥിക്കുന്നു.